ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ പോകുന്ന നമ്മുടെ വിവോൻ്റെ X300 എന്ന് പറഞ്ഞ ഫോണാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു 60,000-70,000 റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു ക്യാമറ ഫോൺ എന്ന് പറയുന്ന സാധനമാണ്. ഭയങ്കര ഹിറ്റായിട്ടുള്ള മോഡലാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളത് ആക്ച്വലി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 10-20 ദിവസമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി പുതിയ സാധനം ക്രോമ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ്. 12GB 256GB മോഡൽ തന്നെ റെഡ് കളറാണ്. ഈ റെഡ് കളർ എവിടെയും അവൈലബിൾ അല്ല, അതാണ് പ്രോബ്ലം. എനിക്ക് ആക്ച്വലി ബ്ലൂ കളറാണ് മിക്ക ഓഫ്ലൈൻ സ്റ്റോറിലൊക്കെ അവൈലബിൾ ഉള്ളത്. ബ്ലൂ കളർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ബ്ലാക്കും പിന്നെയും കുഴപ്പമില്ല കേട്ടോ. ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഗ്രേ കളർ എന്ന് വേണമെങ്കിൽ പറയുന്ന സാധനമാണ്. കുട്ടി ഫോണാണ്. പക്ഷെ എനിക്ക് ആക്ച്വലി ഈ സാധനത്തിൽ ഇഷ്ടപ്പെടാത്തൊരു സംഭവം ഉണ്ട്. ഞാൻ അത് വഴിയെ പറയാം. അതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഒരു ഇനീഷ്യൽ നമ്മൾ അൺബോക്സിങ് അതിന് ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ മൂന്നാമത്തെ പുതിയ ചാനലാണ്, ഫുള്ളി ടെക് ചാനലാണ്. അപ്പോൾ കുറച്ച് കാലം ഈ കൊല്ലത്തിന് ശേഷം അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് പഠിക്കാത്തവരെ ഫോളോ അടിക്കുക കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫിനാൻഷ്യലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ചെക്ക് കൊടുത്താൽ മതി. നമ്മുടെ വെബ്സൈറ്റും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ ഈസിയായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ വെബ്സൈറ്റിൽ നോക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവരുടെ നിങ്ങൾക്ക് നോർമൽ നമ്മൾ ഇതിന് മുമ്പ് X200 ആയിക്കോട്ടെ, X200 Pro ആയിക്കോട്ടെ ഒക്കെ കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മെയിൻ ചാനലിൽ. അപ്പോൾ ഇത് അതേ സെയിം ബോക്സ് തന്നെയാണ്. ഇവരുടെ X സീരീസ് ഫോണുകൾക്കെല്ലാം ഇതേ സെയിം ബോക്സ് തന്നെയാണ്, ബ്ലാക്ക് കളർ ബോക്സ്. അപ്പോൾ അതേപോലെ തന്നെയാണ് X300 വന്നേക്കുന്നത്. X300 Proനും X200 Ultra ഇറങ്ങാൻ പോകുന്നതിനും ഒക്കെ ഇതേ സെയിം ബോക്സ് തന്നെയാണ് വരാൻ പോകുന്നത്. ഫ്രണ്ടിൽ അവരുടെ മോഡൽ നെയിമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ സൈഡിലും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ മോഡൽ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ MRP ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സാർ വാല്യൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ MRP കൊടുത്തേക്കുന്നത് 85 രൂപയാണ് കേട്ടോ. 12GB 256GB മോഡലിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇനീഷ്യലി തന്നെ ഫോൺ ഇരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്കൊരു 90 വാട്ടിൻ്റെ ഇവരുടെ തന്നെ ചാർജിങ് ടെക്നോളജി വരുന്ന Type-A to Type-C പോർട്ട് വരുന്ന ഒരു ചാർജർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു റെഡ് കളർ, ഏതാണോ നിങ്ങൾ കളർ വാങ്ങിക്കുന്നത് അതേ ഒരു കേസ് ഇരിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ആ സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി ഉപയോഗിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഈ സംഭവത്തിൽ അതൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു ഇതിലാണ് കിട്ടുക, സിം ഇജക്ടർ ടൂളായിട്ട്. ഇതിലാണ് നമുക്ക് കേസും കാര്യങ്ങളൊക്കെ കിട്ടുക. ഇതിൽ നമുക്ക് ചാർജറിൻ്റെ പരിപാടികളും അതുപോലെ തന്നെ സിം ഇജക്ടർ ടൂളും പരിപാടിയൊക്കെ കിട്ടുകയിൽ അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഇത്രയേ ഉള്ളൂ. ബോക്സിൽ എല്ലാ സംഭവം ഉണ്ട്. ഇത്രയേ ഉള്ളൂന്നല്ല, ഇത് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ പിക്സലിൻ്റെയും സാംസങ്ങിൻ്റെയും ഐഫോണിൻ്റെയും പോലെ ഒന്നുമല്ല, എല്ലാ സാധനവും ഇവർ തരുന്നുണ്ട്. അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫോൺ ഇതാണ്. ഞാൻ ആക്ച്വലി കുറച്ച് കാലം ഇവരുടെ ഈ തന്ന റെഡ് കേസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ കേസ് മാറ്റിയാണ്, ഒരു ട്രാൻസ്പെറൻറ്റ് കേസ്, ഒരു അൾട്രാ തിൻ കേസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. റെഡ് ബാക്കും അതുപോലെ തന്നെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളറായിട്ട്, അതുകൊണ്ട് തന്നെ കിടിലൻ ലുക്കായി റെഡ് കളർ. ഇത് റെഡാണോ ഒരു ക്രിംസൺ കളറാണോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടി ഫോണാണ്. 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. കുട്ടി ഫോണാണ്, പക്ഷേ കിടിലൻ ഡിസ്പ്ലേ തന്നെയാണ്. അത് പറയേണ്ട ആവശ്യമില്ല. 120 ഹെർട്സിൻ്റെ ലേറ്റസ്റ്റ് AMOLED പാനൽ തന്നെയാണ്. LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. HDR10 എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് ആണ്. ക്വിക്ക് ആയിട്ട് തന്നെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ അൺലോക്കും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ വളരെ ബെസലൊക്കെ ഭയങ്കര കുറവാണ്. ബെസലൊക്കെ ഭയങ്കര കുറവാണ്. നല്ല കിടിലൻ ഡിസ്പ്ലേ എന്ന് പറയാം. നിങ്ങൾക്ക് എസ്പെഷ്യലി കോമ്പാക്ട് ഫോൺ വേണം ഇഷ്ടപ്പെട്ടവർക്ക് ഭയങ്കര നല്ല പോലെ ഇഷ്ടപ്പെടും. അത് എന്താ പറയുക, ഷുവറാണ്. ഞാൻ നമ്മുടെ Pixel 10 ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. Pixel 10 ബെസ്റ്റിൽ കാണുന്നുണ്ടായിരിക്കും. ഇതേ സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഡിസ്പ്ലേ കാര്യം പറയാം. പിന്നെ നമുക്ക് പ്രൊട്ടക്ഷനൊക്കെ ഇവരുടെ തന്നെ ഓൺ പ്രൊട്ടക്ഷൻ തന്നെയാണ് വരുന്നത്. കോർണിംഗ് ഒരു ഗ്ലാസ് ഒന്നും അല്ല കേട്ടോ. പിന്നെ ഇതിൽ ഇൻബിൽഡായിട്ട് സ്ക്രീൻ കാർഡ് വരുന്നുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കേസും ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രീൻ കാർഡ് ഊരിട്ടൊന്നും ഇല്ല. ഇത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് സ്ക്രീൻ കാർഡ് ഇഷ്ടംപോലെ സുഖമായിട്ട് ഒട്ടിക്കുകയും ചെയ്യാം. അത് വേറെ കാര്യം. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കിതിൽ അടുത്ത് പറയേണ്ടത് നമ്മുടെ ഇതിൻ്റെ OS ആണ്. ഒറിജിൻ OS ആണ് വന്നേക്കുന്നത്. ഒറിജിൻ OS 16 ആണ്. ഒറിജിൻ OS 6 ആണ്. Android 16 ആണ് വന്നേക്കുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് അത് തന്നെയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ഇപ്പോൾ മാർച്ച് അപ്ഡേറ്റ് ആണ്. ഏപ്രിൽ അപ്ഡേറ്റ് ഇതിലോട്ട് വന്നിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒറിജിൻ OS 6 ആണ് എപ്പോഴും കിടക്കുന്നത്. നമ്മുടെ മാർച്ച് അപ്ഡേറ്റ് ആണ് കിടക്കുന്നത്. ഏപ്രിൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. ഒറിജിൻ OSൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫീച്ചർ റിച്ച് സാധനമാണ്. പക്ഷേ ഇപ്പോഴും ഇതിൽ എന്താ പറയുക, ബഗ് ചെറുതായിട്ടുണ്ട് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്രീസ് ആവുന്ന പരിപാടി ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷമാണ് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ വെബ് പേജൊക്കെ തുറക്കുമ്പോൾ കറക്റ്റായിട്ട് പ്ലേസ് ആയിട്ട് വരുന്നില്ല. അത് ബഗ്ഗാന്ന് തോന്നുന്നുണ്ട്.
പിന്നെ നമുക്ക് എന്താ പറയുക, ഇഷ്ടം പോലെ ബ്ലോട്ട് വയസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പരസ്യം കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നിങ്ങൾക്ക് കാണുമല്ലോ. ഇപ്പം ഞാനതെല്ലാം ആവശ്യമില്ലാത്ത എല്ലാ സംഭവം ഡിസേബിൾ ചെയ്ത് വെച്ചേക്കാൻ, നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനത്തെ കുറച്ച് ശല്യങ്ങളുണ്ട് ഒറിജിനൽ വോയിസിൽ. അത് ഇപ്പോഴും അവന്മാർ മാറ്റിയിട്ടില്ല. ഫൺ ചോയ്സിൽ ഇതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു. അതിൽ കുറച്ചിട്ട് എന്നാലും ഇഷ്ടം പോലെ സംഭവമുണ്ട്. ഫീച്ചർ റിച്ച് ആണ്. നോട്ടിഫിക്കേഷൻ എന്താ പറയുക, കസ്റ്റമൈസേഷൻ ആയിക്കോട്ടെ, നമ്മുടെ എന്താ പറയുക നോട്ടിഫിക്കേഷൻ, എന്താ പറയുക ലോക്ക് സ്ക്രീൻ ആയിക്കോട്ടെ, ഇഡിലൻ ഫീച്ചറിൻ്റെ പൂരാണ്. AI ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അതും പൂരത്തിൻ്റെ ഫീച്ചേഴ്സുകളാണ്. ക്യാമറ ആപ്പിലടക്കം AI-ൻ്റെ പൂരാണ്. അപ്പോൾ അതൊക്കെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഒറിജിനൽ വോയിസിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ആ ബ്ലോട്ട് വൈസും അതുപോലെ തന്നെ പരസ്യ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ വരുന്നതും ആ സംഭവം ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് 5 ഇയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്ഡേറ്റ്സ് ഒക്കെ എല്ലാ മാസവും കറക്റ്റായിട്ട് കിട്ടും. അതിനൊന്നും വിവോന് ഇഷ്യൂസും കാര്യമൊന്നുമില്ല. പിന്നെ സർവീസിന് കാര്യം പറയുകയാണെങ്കിലും വിവോ ടോപ്പ് നോച്ചാണ്. എസ്പെഷ്യലി X സീരീസ് ഫോൺ എന്ന് പറയുമ്പോൾ അവർക്ക് പ്രീമിയം സർവീസാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിലും വിവോ ടോപ്പ് നമ്പർ 1. ഇപ്പോൾ സെല്ലിങ്ങിൻ്റെ കാര്യത്തിലും വിവോ ടോപ്പാണ്, 1 ആണ്. അത് വേറെ കാര്യം. പിന്നെ നമുക്ക് ഇനി പോകാനുള്ളതിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ അലുമിനിയം ബിൽഡാണ് വരുന്നത്. ബാക്കിൽ ഒരു ഗ്ലാസ് ആണ്. പക്ഷേ ഇത് ഒറിജിനൽ ഗ്ലാസ് എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്ലാസ്റ്റിക് ഫൈബർ ഗ്ലാസ് ആണ്. സ്ക്രാച്ച് ആവൂട്ടാ. നോർമൽ ഗ്ലാസിൻ്റെ പോലാട്ടും ഈസിയായിട്ട് സ്ക്രാച്ച് ആകും. അപ്പോൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട. ബിൽഡ് ക്വാളിറ്റി ടോപ്പ് നോച്ച് തന്നെയാണ്. പിടിക്കുമ്പോൾ സംഭവത്തൊക്കെ ഒരു പ്രീമിയംനെസ് തരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ആക്ച്വലി ഇതിൽ ഇഷ്ടപ്പെടാത്തൊരു സംഭവം ഉണ്ടെന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ ബമ്പാണ്. ബമ്പ് എന്ന് പറഞ്ഞത് ഇത് കുറച്ചും കൂടി വലുതാക്കായിരുന്നു. എന്തായാലും 10,000, 70,000 വരുന്ന ഫോണാണ്. അപ്പോൾ നമുക്ക് ആ ക്യാമറ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നത് നിങ്ങൾക്ക് അറിയില്ല. നമ്മുടെ അൾട്രാ പ്രോ ഒക്കെ കാണുമ്പോൾ അതിൻ്റെ ക്യാമറ ബമ്പ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് അൾട്രാ ആണെന്ന്. ഇത് നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് പണ്ടത്തെ മോഡൽ, ഇതിൻ്റെ പ്രീവിയസ് മോഡൽ X200 ആയാലും അത്യാവശ്യം വലുതായിരുന്നു. പക്ഷേ ഇതിൽ അവർ ആ ക്യാമറനെ ഭയങ്കരമായിട്ട് ചെറുതാക്കി. അതുപോലെ തന്നെ ആ ബമ്പൊക്കെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഇതിൽ ബമ്പേ കാണില്ല. എന്നുവെച്ചാലൊക്കെ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റുമായിരുന്നു. അതൊരു ശരിക്കും ഒരു പ്രീമിയംനെസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും ആ പ്രോയിലായിക്കോട്ടെ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലും ആ പ്രോയിലും ഉണ്ട്. പക്ഷേ ഇവർ നോർമൽ സീരീസിൽ മാത്രം അത് എടുത്ത് കളഞ്ഞു. ക്യാമറ ഫോൺ ചെറുതായി എന്നാലും അവർക്ക് വെക്കാവുന്നതാണ്. അല്ലാണ്ട് ഇപ്പോൾ ഇതിൽ സ്ഥലമില്ലാന്നുള്ളതൊന്നും അല്ലാണ്ട് ഇതിൻ്റെ ഇഷ്ടം പോലെ ഇവിടെ സ്ഥലം ബാക്കിയുണ്ട്. പക്ഷെ അത് അവർ ഡിസൈൻ എന്തോ മാറ്റിയതാണ്. പക്ഷെ അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനായിട്ടും അറ്റ്ലീസ്റ്റ് കുറച്ചും കൂടി ക്യാമറയുടെ ആ മോഡ്യൂളിൽ നിന്ന് വലുതാക്കായിരുന്നു. അതുപോലെ തന്നെ പ്രോവിൻ്റെ സീരീസിലത്തെ പോലെ ഒന്ന് ബൾജാക്കായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ ഇഷ്ടമായിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞേട്ടാ. എന്ന് വെച്ചാൽ നമ്മളിതിന് മുമ്പ് പ്രോ സീരീസ് ഉപയോഗിക്കുന്നതെന്നാണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്തപ്പോൾ പറഞ്ഞാൽ എന്താ വെച്ചാൽ പ്രീമിയം ഫോണാണല്ലോ. അപ്പോൾ നമുക്ക് പ്രീമിയംനെസ് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ സാംസങ് ആയാലും ഐഫോൺ ആയാലും ഇതെടുത്ത് ഇങ്ങനെ കാണിച്ചു കണ്ടാൽ അത് അറിയാം ഈ മോഡൽ ഫോണാണെന്ന്. അതുപോലത്തെ ഒരു ഐഡന്റിറ്റി വേണ്ടിയിട്ടാണ് ഞാൻ പറയാൻ കാരണം കേട്ടോ. പിന്നെ ക്യാമറ മോഡലിൻ്റെ കാര്യം ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്ക് ഇനി പറയാനുള്ളത് ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. റിവേഴ്സ് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. എല്ലാ സംഭവം വരുന്നുണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 8.5 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. 20 ദിവസമായിട്ടുള്ളൂ. ഇനിയും ഒപ്റ്റിമൈസ് ആവാനുണ്ട്. ഇത് എൻ്റെ പ്രൈമറി ഫോണൊന്നും അല്ല, അത് വേറെ കാര്യം കേട്ടോ. ഇതിൽ ഞാൻ ആക്ച്വലി ഇപ്പോൾ ജിയോ സിം ആണ്. BSNL ആയിരുന്നു. ഞാൻ BSNL പോർട്ട് ചെയ്ത് എറണാകുളത്ത്. നമ്മൾ തൽക്കാലത്ത് എറണാകുളത്താണ്. ഇപ്പോൾ എറണാകുളത്ത് വീട്ടിലാണ്, തൃശ്ശൂരല്ല. അപ്പോൾ ഇവിടെ BSNL 1 ഷോക. അപ്പോൾ ഞാനിപ്പോൾ അത് പോർട്ട് ചെയ്യേണ്ട വന്നു. എൻ്റെ സെക്കൻഡറി നമ്പറായിരുന്നു BSNL. അപ്പോൾ അത് പോർട്ട് ചെയ്യേണ്ട വന്നു. ഇപ്പോൾ ജിയോയിലേക്ക് മാറി. അപ്പോൾ ജിയോ സിമ്മാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ജിയോ സിമ്മിൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഫുൾ റേഞ്ചും അതുപോലെ തന്നെ 5G+ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കണ്ടോ, ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. BSNL പറഞ്ഞപ്പോൾ എനിക്ക് ഇതിൽ കോളൊന്നും വരില്ല. വല്ലപ്പോഴും വരും, തോന്നിയ പോലെയാണ്. അങ്ങനെയൊന്നും റേഞ്ച് കഴിഞ്ഞു. പക്ഷേ കോളൊന്നും വരില്ല, കോള് പോവില്ല. ഇടയ്ക്ക് കോമഡി ആയിരുന്നു. അപ്പോൾ എന്നിട്ട് അത് നിവൃത്തിയില്ലാണ്ട് ലാസ്റ്റ് മാറ്റിയതാണ്. എന്താ വെച്ചാൽ 3-4 കൊല്ലം അത് BSNL ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ രക്ഷയില്ല. തൃശ്ശൂർ നല്ലതായിരുന്നു. തൃശ്ശൂരൊക്കെ റേഞ്ചും അതുപോലെ സ്പീഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എറണാകുളത്ത് ഒരു രക്ഷയില്ല BSNL. അപ്പോൾ അത് ഞാൻ മാറ്റിയിരുന്നു. നെറ്റ്വർക്കിനൊന്നും അതുകൊണ്ട് തന്നെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോൾ സ്പീക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ തന്നെയാണ് വരുന്നത്. ഒരു ഭയങ്കര ഹെവി വോളിയം എന്നല്ല, എന്നാലും കുട്ടി ഫോണാണല്ലോ, അത്യാവശ്യം നല്ല പോലെ വോളിയം ഉണ്ട്. ഇപ്പോൾ ലൗഡ് സ്പീക്കർ ആയിക്കോട്ടെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഹീറ്റിംഗ് നിങ്ങൾ അത്യാവശ്യം ഹെവി സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഹീറ്റിംഗ് വരുന്നുണ്ട്. കുട്ടി ഫോൺ ആയതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമാണ്. നോർമൽ യൂസേജിനൊന്നും ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഞാൻ ഇതിലോട്ട് ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയാനുള്ളത്, പിന്നെ ബാറ്ററി നമ്മുടെ കഴിഞ്ഞു. പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് Dimensity 9500 ആണ്. Dimensity-കാരുടെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഇപ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 അടുത്തെത്തില്ലെങ്കിലും പക്ഷേ ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസ് വരുന്ന മോഡലാണ്. നമ്മൾ അതിൻ്റെ ഒരു കമ്പാരിസൺ കിട്ടുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ സിഗ്നേച്ചറിൽ ഇരിക്കുന്നത് 8 Gen 5 ആണ്. നമ്മുടെ ആൻഡ്രോയിഡ് സ്കോറൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൾട്ടി സ്കോറിൽ മാത്രമാണ് ചെറിയ ഡിഫറൻസ് വരുന്നത്. അല്ലാണ്ട് ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസ് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്കിതിൽ eSIM സപ്പോർട്ടും വരുന്നുണ്ട്. 2 നാനോ സിം eSIM സപ്പോർട്ടും വരുന്നുണ്ട്. IP68 69 ആണ്, 69K അല്ല കേട്ടോ.
69K കൂടി കൊടുക്കായിരുന്നു ഇവർക്ക്. 69K എന്ന് പറയുമ്പോൾ ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറൊക്കെ താങ്ങാവുന്ന സാധനമാണ്. അപ്പോൾ 69 IP69 മോശമൊന്നുമല്ല, എന്നാലും 69K എന്ന് പറയുന്നതാണ് IP69 ആയിട്ടും കൂടുതൽ റേറ്റിംഗ് വരുന്നത് കേട്ടോ. പിന്നെന്താ, പിന്നെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സംഭവം. ഈ ക്യാമറ നമുക്ക് പറയാനുള്ളൂ. വെയിറ്റ് നമ്മൾ പറഞ്ഞില്ല വിചാരിക്കുന്നു, 190 ഗ്രാമാണ്. 8 mm തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറയാത്ത സംഭവങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്യാമറയുടെ കാര്യത്തിൽ പോകാം. മെയിൻ സെൻസർ വരുന്നത് 200 മെഗാപിക്സലിൻ്റെ നമ്മുടെ സാംസങ്ങിൻ്റെ 1.4 അപ്പർച്ചർ വരുന്ന സെൻസറാണ്. കിടിലൻ സെൻസറാണ്. OIS സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് 50 മെഗാപിക്സലിൻ്റെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസാണ്. പിന്നെ 50 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ് സെൻസറാണ് വരുന്നത്. നമ്മുടെ എന്താ പറയുക, ഫ്രണ്ടിൽ വരുന്നത് 50 മെഗാപിക്സൽ തന്നെയാണ്. 4K നമുക്ക് വീഡിയോ സപ്പോർട്ടും ലേസർ ഓട്ടോ ഫോക്കസും Zeiss ഒപ്റ്റിക്സ് വരുന്നുണ്ട്. Zeissൻ്റെ കോട്ടിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ LED ഫ്ലാഷ്, പനോരമ, HDR എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലായിക്കോട്ടെ 50 മെഗാപിക്സലിൻ്റെ 2.0 അപ്പർച്ചർ വരുന്ന വൈഡ് ലെൻസാണ് വരുന്നത്. ഓട്ടോ ഫോക്കസും കാര്യങ്ങളൊക്കെ ഉണ്ട്. HDR സപ്പോർട്ടും ഉണ്ട്. 4K 30/60 ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ക്യാമറ സാമ്പിൾസ് ഒക്കെ ഇടയിൽ കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി മുമ്പ് നമ്മുടെ മെയിൻ ചാനലിൽ ഇതിൻ്റെ വീഡിയോ കുറേ കമ്പാരിസൺ സംഭവമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ അതിൽ നമുക്ക് മെയിൻ സെൻസർ കിട്ടുന്നത് 200 മെഗാപിക്സലാണ്. നമുക്ക് ആക്ച്വലി 200 മെഗാപിക്സലിൽ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അപ്പോൾ ആ ഫീച്ചറിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇപ്പോൾ സീനറി ഒക്കെ ആണെങ്കിൽ അത് ക്രോപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. 200 മെഗാപിക്സലിൻ്റെ ഫോട്ടോ നമ്മൾ കിട്ടുന്നത്. പക്ഷേ നല്ല സൈസ് ഉണ്ട്, 60-70 MB വരുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ഇത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു പ്രോസസ്സിങ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പിക്സലൊക്കെ പോലെ എടുക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു സെൽഫിക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ഇപ്പോൾ സ്റ്റുഡിയോ ലൈറ്റിലാണ്. സെൽഫി ആയിക്കോട്ടെ, നല്ലത് തന്നെയാണ്. നമുക്ക് ഈ മോഡൊക്കെ ഉണ്ട് കേട്ടോ. കൈ കാണിച്ചാൽ അത് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും ഓരോ സെറ്റിങ്സിൽ പോയിട്ട്. പിന്നെ ഇതാകണ്ട ഒരു ചെറിയൊരു പ്രോസസ്സിങ് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ഫോട്ടോ, കണ്ടു. നല്ല ക്വാളിറ്റി വരുന്നുണ്ട്, അതൊന്നും വിഷയമല്ല. ക്യാമറാസിൽ പിന്നെ ഞാൻ X സീരീസ് ഫോണുകളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല വിചാരിക്കുന്നു. ഇതിൽ ആക്ച്വലി ലോ ലൈറ്റിൽ ചെറുതായിട്ട് ഇപ്പോൾ എന്താ പറയുക, ഒരു സ്റ്റേബിൾ അല്ലാത്തൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നത് ബഗ്സും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അപ്ഡേറ്റിൽ ഫിക്സ് ആവേണ്ടത്. എന്താ വെച്ചാൽ ഇതിന് മുമ്പത്തെ അപ്ഡേറ്റ്സിൽ ഇതിനായിട്ടും ലോ ലൈറ്റിൽ കുറച്ച് മോശമായിരുന്നു. എന്താ വെച്ചാൽ ചില സമയത്ത് ഫോക്കസ് ആവില്ല, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ത്രൂ ഫിക്സ് ചെയ്യാനുള്ള ഇഷ്യൂസ് മാത്രമേ ഇപ്പോൾ ഇതിനുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ക്യാമറ ഫോൺ, എസ്പെഷ്യലി കോമ്പാക്ട് ക്യാമറ ഫോൺ ഒരു നോക്കുന്നുണ്ടെങ്കിൽ 70,000-60,000 റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് കണ്ണും മൂട്ടിയെടുക്കാം. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒറിജിനൽ വോയിസിൻ്റെ കാര്യമാണ്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ സാംസങ്ങിൻ്റെ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ഗൂഗിൾ പിക്സൽ ഉപയോഗിച്ചിട്ടും ആപ്പിൾ ഉപയോഗിച്ചിട്ടൊക്കെ ഈ സാധനത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചൊറിഞ്ഞ് വരും. എന്ന് വെച്ചാൽ ഇവരുടെ ഈ ഒറിജിനൽ വോയിസിൽ ആഡ് വരുന്ന സംഭവമൊക്കെ ഭയങ്കര കുറച്ച് ഇത് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇറിറ്റേഷനായിട്ട് തോന്നും. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലങ്ങൾ ഉണ്ട് ഇതിൽ. അത് ശരിക്കും ആക്ച്വലി വിവോ ഈ X സീരീസ് ഫോണുകളൊക്കെ എങ്കിലും വേറൊരു ഒപ്റ്റിമൈസേഷൻ ഈ ഒറിജിനൽ വോയിസിന് കൊടുക്കേണ്ടതായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ അവരുടെ പഴയ ഇപ്പോൾ ബേസ് വേരിയന്റിൽ കിട്ടുന്ന മോഡലിലും ഇതിൽ കിട്ടുന്നതും സെയിം ഒറിജിനൽ വോയിസ് ആണ്. ചില ഫീച്ചേഴ്സ് മാത്രം എക്സ്ട്രാ ഉള്ളതല്ലാണ്ട് ആ എക്സ്പീരിയൻസ് ഒന്നും അവർ മാറ്റിയിട്ടില്ല. അതായത് ഈ കൂടുതൽ എക്സ്പീരിയൻസ്, അതായത് ആഡ് വരുന്നതും നോട്ടിഫിക്കേഷൻ വരുന്നതും കണ്ട ആപ്പും സംഭവമൊക്കെ, ഗെയിം സെൻറ്റർ പോട്ടെ, പിന്നെ വേറെ കുറേ സംഭവമുണ്ട്, അതൊന്നും അവർ മാറ്റിയിട്ടില്ല. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്യൂ ആയേക്കാം. ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് വരികയാണെങ്കിൽ, പുതിയതായിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അത് അവർ മാത്രം ഒന്ന് നോക്കിയാൽ മതി. അല്ലാത്തവർക്ക് ഹൈലി റെക്കമെൻഡ് ആണ് കേട്ടോ. ഞാൻ എന്തായാലും ടാഗ് ചെയ്തേക്കാം. നിങ്ങൾ ഇപ്പോൾ ആക്ച്വലി അതിൻ്റെ ബ്ലാക്ക് കളർ മോഡൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത്രയും കാലം അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇത് കിട്ടാനും കുറച്ച് പാടെന്ന് വെച്ചാൽ ഫുൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, ഭയങ്കര ഡിമാൻഡാണല്ലോ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ടാഗ് ചെയ്തേക്കാം. ആരെങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കാം. അതുപോലെ തന്നെ ആ കേസും വാങ്ങിച്ചേക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന കേസ് എന്ന് പറയുന്നത് റിഗ്ഗറിൻ്റെ കേസാണ് കണ്ടോ. ഇത് ഞാൻ ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു കേസാണ്. ഞാൻ പിന്നെ ഒരു അൾട്രാ കേസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് വന്നിട്ടില്ല, ഇന്നോ നാളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ മറക്കണ്ട.